കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരം എത്ര വലിയതാണ്. കഴിഞ്ഞ രാത്രികാലം ഉറങ്ങി എത്രയോ പ്രിയപ്പെട്ടവർ ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ച് ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ നമ്മെ സഹായിച്ചിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ പ്രത്യേകം സ്നേഹവന്ദനം അറിയിക്കുന്നു. താല്പര്യത്തോടെ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. വചനത്തിനനുസരിച്ചൊരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മളെല്ലാവരും കാണപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്നുള്ളതാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം എന്ന വിഷയത്തോട് അനുബന്ധിച്ച് ദൈവവചനത്തിൻ്റെ ഉദ്ദേശം എന്ന വിഷയമാണ് ചിന്തിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ഉദ്ദേശം. നമുക്ക് ഒരു വാക്യം വായിക്കാൻ ചിന്തിക്കാധാരമായി അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഈ വാക്യം ഒന്നുകൂടെ പറയാം. എല്ലാ തിരുവെഴുത്തും എന്നുവെച്ചാൽ 66 പുസ്തകങ്ങളും ഒരുപോലെ ദൈവശ്വാസീയമാകയാൽ, ദൈവത്താൽ നൽകപ്പെട്ടതാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം മുമ്പ് എന്നത്തെക്കാളും അധികമായിട്ട് പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ലേ? ടെലിവിഷനിലൂടെ, മൊബൈൽ ഫോണുകളിലൂടെ, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ, കൺവെൻഷനുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, ലഘുലേഖകളിലൂടെ, പലവിധ മാർഗങ്ങളിലൂടെ ഇന്ന് സുവിശേഷ ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനി ഒരു പുതിയ കാർ പുറത്തിറക്കിയെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഉപഭോക്താക്കൾക്ക് ആ കാറിനോടൊപ്പം അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഉപയോഗ നിർദ്ദേശക ഗ്രന്ഥം അഥവാ മാനുവൽ കൂടെ കൊടുക്കാറുണ്ട്. ആ ലഘു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം കാർ പ്രവർത്തിപ്പിക്കുവാൻ. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുന്നമേ നമ്മെ കണ്ടവനും നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ നിർമ്മാതാവും സകലത്തിൻ്റെയും നിർമ്മാതാവായ നമ്മുടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപയോഗ നിർദ്ദേശക ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. സ്തോത്രം. ഇപ്പം കാറിൻ്റെ നിർമ്മാതാക്കൾ കാറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കുന്ന ലഘുഗ്രന്ഥം കൊടുക്കാറുണ്ടെങ്കിൽ നമ്മുടെ നിർമ്മാതാവായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഉപയോഗ നിർദ്ദേശക ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. അപ്പോൾ എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം ഈ പുസ്തകം ലോകത്തിന് നൽകിയത്? അതാണ് നമ്മൾ തിരുവചനത്തിൽ വായിച്ചത്. തിമോഥെയോസിന്റെ 2ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. ഈ തിരുവചന ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ 4 സുപ്രധാന ഉദ്ദേശങ്ങൾ തിരുവചനത്തിനുണ്ട്. അല്ലെങ്കിൽ 4 സുപ്രധാനമായ ഉദ്ദേശത്തോടു കൂടെയാണ് വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന്? ഉപദേശം, നമുക്ക് ഉപദേശം നൽകുന്നു. ശാസന, നമ്മളെ ശാസിക്കുന്നു. ഗുണീകരിക്കുന്നു. നീതിയിലെ അഭ്യാസം വരുത്തുന്നു. ഇതിൽ ഒന്നാമത്തേത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിക്കാം. എന്ത്?
തിരുവചനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഒന്ന്, നമുക്കാവശ്യമായ നല്ല ഉപദേശങ്ങൾ നൽകുന്നു. ഉപദേശം എന്താണ്? ഉപദേശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ടീച്ചിങ് എന്നാണ്, അല്ലെങ്കിൽ ഡോക്ട്രിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭൂമിയുടെ പരപ്പിൽ പാർക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും തിരുവചനം നൽകുന്നു. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ ആവശ്യമായ ഉപദേശം. എല്ലാ മനുഷ്യന്റെ ഉദ്ദേശം എന്താണ്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അമേരിക്കയിൽ പോയും ഗൾഫിൽ പോയി രക്ഷപ്പെടില്ലല്ല. പിന്നെയോ ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു നിത്യജീവൻ, നിത്യരക്ഷ അത് വേണം. അതിനു വേണ്ടുന്ന ശരിയായ ഉപദേശം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നമുക്ക് നൽകുന്നു. നാം തിരുവചനം പഠിച്ചാൽ പ്രധാനമായും 3 തരം ഉപദേശങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തിരുവചനം 3 തരം ഉപദേശം നൽകുന്നതല്ല, 3 തരം ഉപദേശങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. 1 മാനുഷിക ഉപദേശം, 2 ഭൂതങ്ങളുടെ ഉപദേശം, 3 ക്രിസ്തുവിന്റെ ഉപദേശം. പലതരം ഉപദേശങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ശരിയായ ഉപദേശത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. അപ്പൊ തിരുവചനം 3 തരം ഉപദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 1 മാനുഷിക ഉപദേശം. നമുക്ക് നോക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി രുചിക്കരുത്, പിടിക്കരുത്, തുടരുത് എന്നുള്ള കൽപ്പനകൾക്ക് ചട്ടങ്ങൾക്കും കീഴ്പ്പെടുന്നത് എന്ത്? അപ്പൊ അവിടെ പറയുന്നുണ്ട് മാനുഷിക ഉപദേശങ്ങൾ. അപ്പൊ എന്താണ് ഈ മാനുഷിക ഉപദേശങ്ങൾ? ദൈവവചനത്തോട് ബന്ധമില്ലാത്തതും മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്നതുമായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പൊ ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പല കാര്യങ്ങളും മനുഷ്യൻ അനുഷ്ഠിക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. അതിനെയാണ് മാനുഷിക ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ദൈവവചനത്തിന്റെ പിൻബലം ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ മാനുഷിക ഉപദേശങ്ങൾക്കനുസരിച്ച് ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നവർക്ക് ദൈവവുമായിട്ടോ ദൈവവചനവുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്തവരാണ്. ഇത്തരം ഉപദേശക്കാരെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞത്. യെശയ്യാവ് 29:13. എന്താ യെശയ്യാവ് പറഞ്ഞത്? ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ടും വായ് കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്നും അകറ്റി ദൂരത്ത് വച്ചിരിക്കുന്നു. എന്നോടുള്ളവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷ്യകൽപ്പനകളത്രേ. അപ്പൊ നോക്കി, അനേകരും മാനുഷ്യകൽപ്പനകൾക്കും മാനുഷിക ഉപദേശങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. മാനുഷിക ഉപദേശങ്ങൾ, അങ്ങനെയുള്ളവർ ദൈവവചനവുമായിട്ടോ അവർക്ക് ബന്ധമുണ്ടാകണമെന്നില്ല. അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഉപദേശിക്കുന്നതിന് നേർവിപരീതമായതൊക്കെയും മാനുഷിക ഉപദേശങ്ങളാണ്. ഉദാഹരണമായി തിരുവചനം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തികൾ 2:38. അവിടെ എന്താ വായിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തികൾ 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്. അപ്പം ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഉപദേശങ്ങളെ മാനുഷിക ഉപദേശങ്ങൾ എന്ന് പറയാം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയണ അപ്പോസ്തലപ്രവൃത്തികൾ 2:38 പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എങ്ങനെ സ്നാനപ്പെടണമെന്ന വചനം പറയുന്നത്? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. അപ്പൊ എന്റെ ചോദ്യം, 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ സ്നാനപ്പെടുത്തിയാൽ ആ കുഞ്ഞിന് മാനസാന്തരപ്പെടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതിന് പ്രായമായില്ല. അപ്പോൾ നമ്മൾ 1 വയസ്സുള്ള കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മാനസാന്തരപ്പെടാൻ പ്രായമാകാത്തൊരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ അത് മാനുഷിക ഉപദേശമാണ്, ദൈവവചനത്തിന്റെ ഉപദേശമല്ല. ഇവിടെ മർക്കോസ് 16:16 ഇങ്ങനെ വായിക്കുന്നു. മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ സ്നാനപ്പെടുന്നവൻ എങ്ങനെ സ്നാനപ്പെടണം? അവിടെ പറയുന്നത് വിശ്വസിച്ച് സ്നാനപ്പെടണം. എന്ത് വിശ്വസിക്കണം? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം ഈ കർത്താവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം.
അപ്പോൾ 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ സ്നാനപ്പെടുത്തുകയാണെങ്കിൽ ആ കുഞ്ഞിന് ഇത് വിശ്വസിക്കാനുള്ള പ്രായമായില്ല. അപ്പോൾ ആ ചെയ്യുന്ന കർമ്മം, ആ ചെയ്യുന്ന പ്രവൃത്തി മാനുഷിക ഉപദേശമാണ്, ദൈവവചനത്തിന്റെ ഉപദേശമല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം എന്താണ്? മാനസാന്തരപ്പെടണം, കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി 28-19-20 വാക്യങ്ങൾ, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സ്നാനപ്പെടുത്തണം. നമ്മൾ 1 വയസ്സുള്ളൊരു കുഞ്ഞിനെ അല്ലെങ്കിൽ 2 വയസ്സുള്ള കുഞ്ഞിനെ, ഒരു പിഞ്ചു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ യേശു കർത്താവ് നമ്മളോട് കൽപ്പിച്ചതൊക്കെ ആ കുഞ്ഞിനെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ട് സ്നാനപ്പെടുത്താൻ പറ്റുമോ? ഒക്കത്തില്ല, കാരണം അതിന് പ്രായമായില്ല. അപ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തി മാനുഷിക ഉപദേശങ്ങൾക്കനുസരിച്ചാണ്, ദൈവവചനത്തിന്റെ ഉപദേശമല്ല. അപ്പൊ ദൈവവചനത്തിന്റെ ഉപദേശത്തിന് വിപരീതമായതൊക്കെ മാനുഷിക ഉപദേശങ്ങളാണ്. അപ്പൊ സ്നാനപ്പെടുന്ന ഒരുവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം, യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം, വചനം പഠിച്ച് സ്നാനപ്പെടണം. ഇതിന് വിപരീതമായിട്ടുള്ളതെല്ലാം മാനുഷിക ഉപദേശങ്ങളാണ്. ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി 2, ഭൂതങ്ങളുടെ ഉപദേശം. അപ്പൊ മാനുഷിക ഉപദേശം എന്താണ് പിടികിട്ടി? ദൈവവചനത്തിന് വിപരീതമായിട്ടുള്ളതെല്ലാം മാനുഷിക ഉപദേശങ്ങളാണ്. ഇനി 2, ഭൂതങ്ങളുടെ ഉപദേശം. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. വാക്ക് ശ്രദ്ധിച്ചോ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായിട്ട് പറയുന്നു. അപ്പൊ ഭൂതങ്ങളുടെ ഉപദേശം എന്താണ്? ഈ ഭൂതങ്ങളുടെ ഉപദേശം, ഭൂതം എന്നതിന് ഡമൺ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം. അപ്പം ഭൂതം അല്ലെങ്കിൽ ഡമൺ എന്ന പദത്തിന് മൂലഭാഷയിൽ ദേവൻ എന്നും ദേവത എന്നും അർത്ഥമുണ്ട്. സൃഷ്ടാവായ ദൈവത്തെക്കാൾ താഴെയും മനുഷ്യനേക്കാൾ മുകളിലുമാണ് ഈ ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവതകളുടെ സ്ഥാനം. സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട 3-1 ദൂതന്മാരാണ് ഈ ദേവന്മാരും ദേവതകളും എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഉന്നതനും ഉയർന്നവനും വിശുദ്ധനുമായ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരം ദേവന്മാരുടെ സഹായം ഉണ്ടെങ്കിലേ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ സാധിക്കൂ എന്നാണ് പല മനുഷ്യരുടെയും വിശ്വാസം. അതിനാൽ ഇത്തരം ദേവന്മാർക്കവർ പൂജാഗിരികളും ആരാധനക്രമങ്ങളും ഉണ്ടാക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം പ്രതിഷ്ഠകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തികളാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ഇരമ്യാ പ്രവചനത്തിൽ എന്താ വായിക്കുന്നത്? ഇരമ്യാവ് 10:3 ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. ഇത് ജാതികളുടെ ചട്ടങ്ങളാണ്. വീണ്ടും നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഇത്തരം ദേവന്മാരുടെ അടുക്കൽ പോക പതിവായിരുന്നു. നാം തിരുവചനത്തിൽ 106-ാം സങ്കീർത്തനം 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സങ്കീർത്തനം 106, 37-ാമത്തെ വാക്യം, അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. അപ്പൊ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം പലപ്പോഴും പൂജാഗിരികളിൽ ഇത്തരം ദേവന്മാരെയും ദേവതകളെയും ഒക്കെ ആരാധിച്ചിരുന്നു. ആ ഭൂതങ്ങളുടെ ഉപദേശം. അപ്പൊ മാനുഷിക ഉപദേശമുണ്ട്, ഭൂതങ്ങളുടെ ഉപദേശമുണ്ട്. ഇനി 3-മതായിട്ട് ക്രിസ്തുവിന്റെ ഉപദേശം. വേദപുസ്തകം 3 തരം ഉപദേശങ്ങളെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കിക്കുന്നുണ്ട്. മാനുഷിക ഉപദേശത്തെക്കുറിച്ച്, ഭൂതങ്ങളുടെ ഉപദേശത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ ഉപദേശത്തെക്കുറിച്ച്. നാം തിരുവചനത്തിൽ യോഹന്നാന്റെ 2-ാം ലേഖനം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ 2-ാം ലേഖനം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. വാക്ക് ശ്രദ്ധിച്ചോ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അപ്പൊ ദൈവസഭയ്ക്കുള്ള അടിസ്ഥാനപരമായ ഉപദേശം ഒന്നേ ഉള്ളൂ. അതേതാണ്? അത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെയാണ്. അപ്പൊ ദൈവസഭയ്ക്കുള്ള അടിസ്ഥാനപരമായ ഉപദേശമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. എഫെസ്യ ലേഖനം
2-ാം അധ്യായം 20-ാമത്തെ വാക്യം. എഫെസ്യർ 2:20. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പൊ ഏത് അടിസ്ഥാനത്തിലാണ് നമ്മെ പണിതിരിക്കുന്നത്? ക്രിസ്തുയേശുവാകുന്ന മൂലക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനക്കല്ലുകളിന്മേൽ. എന്ത് മനസ്സിലായി? അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശത്തെയാണ് ക്രിസ്തുവിന്റെ ഉപദേശമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ ഉപദേശം മനുഷ്യനിർമ്മിതമല്ല, പിന്നെയോ അത് ദൈവത്തിൽ നിന്നും വന്നതാണ്. യേശു കർത്താവ് പ്രകാരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. യോഹന്നാൻ 7:16. യേശുവരോട് എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശം ഒരിക്കലും മാനുഷികമല്ല, അത് ദൈവത്തിൽ നിന്നും പ്രാപിച്ച ഉപദേശമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. നാം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ തിരുവചനത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഉപദേശം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ 4 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് നമുക്ക് ആവശ്യമായ ഉപദേശം നൽകുക എന്നുള്ളതാണ്. ഒരു ദൈവവൈതലിന്റെ ഉപദേശത്തിന്റെ മാനദണ്ഡം എന്തായിരിക്കണം? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമായിരിക്കണം. നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ചോ നമ്മുടെ അനുഭൂതിക്കനുസരിച്ചുള്ള ഉപദേശമായിരിക്കരുത്, പിന്നെയോ ദൈവവചനമായിരിക്കണം നമ്മുടെ ഉപദേശത്തിന്റെ മാനദണ്ഡം. പത്രോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വചനം പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ. പ്രിയമുള്ളവരെ, നാം പുലർത്തിപ്പോരുന്ന പാരമ്പര്യങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ലെങ്കിൽ അത് വ്യർത്ഥമാണെന്നാണ് ഇവിടെ വചനം പറയുന്നത്. അപ്പൊ നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ വചനത്തിനനുസൃതമായിരിക്കണം. വചനത്തിന് വിപരീതമായ പാരമ്പര്യങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെയൊക്കെ ആചരിച്ചിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പാരമ്പര്യങ്ങൾക്ക് ആ പ്രാധാന്യം, അതെല്ലാം വ്യർത്ഥമാണ്. അതാ വചനം പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പ്. അപ്പൊ തിരുവചനത്തിന്റെ ഉപദേശത്തിന് വിപരീതമായ പാരമ്പര്യങ്ങളൊക്കെ വ്യർത്ഥമാണ് എന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നാം ഒരു ഉപദേശം പറയുമ്പോൾ, അല്ലെ നമുക്കൊരു പാരമ്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ, അത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ, ഏത് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കാണിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അത് വചനത്തിന് വിരുദ്ധമായ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ചുള്ളതോ മാനുഷിക ഉപദേശം അനുസരിച്ചുള്ളതോ ആയിരിക്കും. അപ്പൊ നാം ഒരു ഉപദേശം പറയുമ്പോൾ വിശുദ്ധ വേദ പുസ്തകത്തിൽ ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ, ഏത് വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയേണ്ടത് ആവശ്യമാണ്. ഉദാഹരണം ഞാൻ പറയാം. ഞായറാഴ്ച ദിവസം, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, പലരും പള്ളിയിൽ പോകുന്ന ദിവസമാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ഒരു സഹോദരനെ സഹോദരിയെ വിളിച്ചിട്ട് ചോദിക്കണം, സഹോദര അല്ലെങ്കിൽ സഹോദരി, താങ്കൾ എന്തുകൊണ്ടാണ് ഇന്ന് പള്ളിയിൽ പോകുന്നത്? ഉടനെ അവരുടെ മറുപടി ഇങ്ങനെ ആയിരിക്കും, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പൊ ചോദ്യം, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമായ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാകുന്ന ഞായറാഴ്ചയിലേക്ക്, ആഴ്ചവട്ട വേദപുസ്തകം പറയുന്ന ആരാധന ദിവസമായ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത്തിൽ നിന്നും ആരാധന മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വേദഭാഗം ഏതാണ് സഹോദര എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തെളിവ് വചനത്തിലില്ല. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? അപ്പൊ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പാലിക്കുന്ന പാരമ്പര്യങ്ങൾ, നാം അനുവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിലെ ഉപദേശത്തിന് വിപരീതമാണെങ്കിൽ അത് വ്യർത്ഥമാണ്, അത് മാനുഷിക ഉപദേശമാണ്, അത് നമ്മുടെ തെറ്റായ പാരമ്പര്യങ്ങളിൽ നിന്നുണ്ടായതാണ്. അത് ഞങ്ങൾ അങ്ങനെ ജനിച്ചതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു, അത് നമ്മുടെ തെറ്റായ പാരമ്പര്യം എന്ന് ഞാൻ പറഞ്ഞത്. ഇത് വചനത്തിനനുസൃതമാണോ എന്ന് പരിശോധിക്കണം. വചനത്തിന് വിപരീതമായതൊക്കെ മാനുഷിക ഉപദേശവും വ്യർത്ഥമായ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതും ഭൂതങ്ങളുടെ ഉപദേശവുമാണെന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, യോഹന്നാന്റെ 2-ാം ലേഖനം 9-ാമത്തെ വാക്യം. യോഹന്നാന്റെ 2-ാം ലേഖനം 9-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർകടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമാണ്. അപ്പൊ നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിപരീതമാണെങ്കിൽ നമുക്ക് ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർകടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഉപദേശിക്കുക,
ദൈവത്തോടും മനുഷ്യനോടും ഒരു കടപ്പാടുണ്ട്. എന്ത്? തിമോഥെയോസ് 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, വചനം പ്രസംഗിക്കാം. എഴുന്നേറ്റിരിക്കുന്ന ഉപദേശം എന്താ പ്രസംഗിക്കണം? വചനം പ്രസംഗിക്കണം. അതായത് വചനത്തിൽ ഇല്ലാത്തത് ഉപദേശിക്കരുത്, വചനത്തിന് വിപരീതമായതൊന്നും ഉപദേശിക്കരുതെന്ന് സാരം. അതുകൊണ്ടാണ് പൗലോസ് പ്രകാരം രേഖപ്പെടുത്തിയത്. പൗലോസിന്റെ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. എന്താ മനസ്സിലായി? പൗലോസിന്റെ ഉപദേശങ്ങൾ ക്രിസ്തുവിൽ നിന്നും പ്രാപിച്ച ഉപദേശങ്ങളായിരുന്നു. മനുഷ്യ ഉപദേശങ്ങളോ പാരമ്പര്യങ്ങൾക്കനുസരിച്ചോ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾക്കനുസരിച്ചോ അല്ല, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ഉപദേശം. അപ്പം ദൈവവചനത്തിന് വിപരീതമായ ഉപദേശങ്ങളാണ് ദുരുപദേശങ്ങൾ എന്ന് പറയുന്നത്. കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാതെ മനുഷ്യനെ വഴിതിരിച്ചു വിടുന്നതാണ് ദുരുപദേശം. മത്തായി 11:28 യേശു ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയുടെ അടുക്കൽ വരുവീൻ, അവർ നിങ്ങളെ ആശ്വസിപ്പിക്കും. നല്ല യേശു പറഞ്ഞു തന്നെയോ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ അവർ ചെന്ന് അപേക്ഷിച്ചത് അമ്മയോടല്ല, പിന്നെയോ കർത്താവിനോടാണ് അപേക്ഷിച്ചത്. അപ്പൊ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ദൈവവചനത്തിന് വിപരീതമായ ഉപദേശങ്ങളൊക്കെ ദുരുപദേശങ്ങളാണ്. തിരുവചനത്തിൽ ഇല്ലാത്തതൊക്കെ ദുരുപദേശങ്ങളാണ്. യേശുവിന്റെ അമ്മ പോലും ആരോടാ അപേക്ഷിച്ചത്? കർത്താവിനോടാണ്. അതുകൊണ്ടാ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പൊ ദൈവത്തിനും മനുഷ്യർക്കിടയിലുള്ള ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. മറ്റു മധ്യസ്ഥന്മാരുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്നുവെങ്കിൽ അത് ഭൂതങ്ങളുടെ ഉപദേശമാണ്, മാനുഷിക ഉപദേശങ്ങളാണ്. അപ്പൊ നാം സത്യ ഉപദേശത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എല്ലാ 2 തിമോഥെയോസ് 3:16-17 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പം വചനം നൽകിയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആദ്യത്തെ ഉപദേശം ഇത് ഉപദേശത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ നല്ല ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. അതായത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ലാത്തതെല്ലാം മനുഷ്യ ഉപദേശം, ഭൂതങ്ങളുടെ ഉപദേശമാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ദൈവവചനത്തിൽ സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പല കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കട്ടെ. അങ്ങനെ മനസ്സിലായെങ്കിൽ നമ്മുടെ തെറ്റായ പാരമ്പര്യങ്ങളും നമ്മുടെ തെറ്റായ ജീവിത രീതികളും തെറ്റായ ആരാധന രീതികളൊക്കെ വിട്ടിട്ട് സത്യ ആരാധനയിലേക്കും സത്യ വചനത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും വരാനൊരു ബാധ്യത നിങ്ങൾക്കുണ്ട്. എന്നും വചനം കേട്ട് രവി കൂടെ കേട്ട് ഇറക്കി വിടാനല്ല, ഇത് നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. വർഷങ്ങളുകൊണ്ട് കേൾക്കുക, ഒരു വ്യത്യാസവും ജീവിതത്തിലില്ല. ഇന്നും പഴയ കൂട്ടത്തിലും പഴയ പാരമ്പര്യത്തിലും തന്നെയാണെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നല്ല തീരുമാനമെടുക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്നലെ ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, വചനം അടിയങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണമേ. ദൈവത്തിൻ്റെ വചനം അടിയങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ നൽകണമേ. തെറ്റായ പാരമ്പര്യങ്ങളും ഭൂതങ്ങളുടെ ഉപദേശങ്ങളും മാനുഷിക ഉപദേശങ്ങളും ഒക്കെ വിട്ടിട്ട് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയമക്കളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളിലും അവിടുത്തെ കരം കൂടെ ഇരുന്ന് പ്രിയമക്കളെ സഹായിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ നൽകണമേ. ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ നിങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലെ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം, ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ. ദൈവത്തിൻ്റെ വചനം പഠിച്ച് വചനത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ?
സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണ്. സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ് തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9749097977. നമ്പർ ഒരിക്കൽ കൂടി 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9163433122 9747097977.